ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. നെയ്മർ ജൂനിയർക്ക് FC ബാഴ്സലോണയിലേക്ക് തിരികെ വരാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത് ഇപ്പോൾ പരസ്യമായ ഒരു രഹസ്യമാണ്. ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട്. ബാഴ്സക്കും നെയ്മറെ കൊണ്ടുവരുന്നതിൽ വലിയ വിരോധമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെയാകും, അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ലെവൽ എങ്ങനെയാകും എന്നൊക്കെ ഉള്ള കാര്യങ്ങളിൽ മാത്രമാണ് ബാഴ്സലോണക്ക് സംശയങ്ങൾ ഉള്ളത്. നെയ്മർ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്താൽ, തൻ്റെ പൂർണ്ണ മികവ് വീണ്ടെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹത്തെ ബാഴ്സ തിരികെ എത്തിക്കാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും പ്രമുഖ മാധ്യമമായ റെലേവോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ബാഴ്സ ക്യാമ്പിലെ നെയ്മറെ കുറിച്ചുള്ള ചില ധാരണകളാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിങ്ങനെയാണ്: നെയ്മറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ജേഴ്സി വിൽപ്പനയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ ടൂറിസ്റ്റുകളുടെ കാര്യത്തിലൊക്കെ വർധനവ് ഉണ്ടാകും. ബ്രാൻഡുകളുടെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രം ഇപ്പോഴും നെയ്മറാണ്. നെയ്മറുടെ കാര്യത്തിൽ എപ്പോഴും ബ്രാൻഡുകൾക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ജേഴ്സി വിൽപ്പനയുടെ കാര്യത്തിൽ വലിയ ഒരു മാറ്റം തന്നെ സംഭവിച്ചേക്കാം. പുതിയ ക്യാമ്പ് ന്യൂവിൽ കൂടുതൽ ടിക്കറ്റുകൾ ചിലവഴിക്കാൻ നെയ്മറുടെ സാന്നിധ്യം സഹായിച്ചേക്കും. കൂടുതൽ VIP-കളെ ആകർഷിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞേക്കും. ഇതാണ് ഇപ്പോൾ റെലേവോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നെയ്മറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സാമ്പത്തികപരമായി ബാഴ്സക്ക് കൂടുതൽ വളർച്ച നൽകും എന്നാണ് ബാഴ്സ ക്യാമ്പ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. നെയ്മർ ഇപ്പോഴും ഒരു ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്പോൺസർഷിപ്പുകളെ ആകർഷിക്കാൻ നെയ്മർക്ക് കഴിയും. കൂടുതൽ ആരാധകരെ ആകർഷിക്കാൻ നെയ്മർക്ക് കഴിയും. ക്ലബിൻ്റെ എല്ലാ മാർക്കറ്റിംഗ് സൈഡുകളിലും വലിയ വളർച്ച ഉണ്ടാകും എന്നൊക്കെയാണ് FC ബാഴ്സലോണ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നെയ്മറെ കൊണ്ടുവരിക എന്നത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാവില്ല. കാരണം നെയ്മർ സാലറി കുറക്കാൻ തയ്യാറാവും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. മാത്രമല്ല ഫ്രീ ഏജന്റ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി ട്രാൻസ്ഫർ ഫീകൾ ഒന്നും തന്നെ ബാഴ്സലോണ മുടക്കേണ്ടി വന്നേക്കില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.